മരണശേഷവും സിദ്ധാർത്ഥിനെതിരെ ഗൂഢാലോചന തുടർന്ന് SFI. സിദ്ധാർത്ഥ് മരിച്ച ദിവസം തന്നെ വ്യാജ പരാതി നൽകി മോശം സ്വഭാവക്കാരനെന്ന് വരുത്തി തീർക്കാൻ ശ്രമം. മരിച്ചയാൾക്കെതിരായ പരാതിയിൽ അടിയന്തര യോഗം ചേർന്ന കോളേജിലെ ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി. സിദ്ധാർത്ഥ് മരിച്ചതിനാൽ നോട്ടീസ് നൽകാൻ കഴിഞ്ഞില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശം. പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ 3 ദിവസം നീണ്ട ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്കും മർദ്ദനത്തിനും ശേഷം 18-ാം തീയതിയാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്നേ ദിവസം തന്നെയാണ് സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതിയും നൽകിയിരിക്കുന്നത്. സിദ്ധാർത്ഥ് മോശം സ്വഭാവമുള്ള ആളാണെന്ന് വരുത്തി തീർക്കുകയാണ് പരാതിയുടെ ലക്ഷ്യമെന്നാണ് ആരോപണം. കംപ്ലൈന്റ് ഇപ്പം എവിടുന്ന് വന്നു എന്ന് നമ്മൾ നോക്കണം. അതും അവൻ മരണപ്പെട്ടതിന് ശേഷം. അതിൽ കോളേജിലെ തന്നെ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു, അങ്കിളെ ഈ മരണം എങ്ങനെയാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഒരു പെൺ വിഷയത്തിലാണ് അവൻ SFIക്കാർ ഇതിനെ കൊണ്ടുവരും. കാരണം കോളേജിലെ എല്ലാ പ്രവർത്തികളും അങ്ങനെയാണ്. അവർക്ക് കൈവിട്ടു പോകുമ്പോൾ, അവർ എന്തെങ്കിലും പറ്റിപ്പോയാൽ അവരുടനെ അതിനെ പെണ്ണുങ്ങളുടെ വിഷയമായിട്ട് കൊണ്ടുവരും. അത് ഈ പറയുന്ന സിദ്ധാർത്ഥൻ ഒരു കാരണവശാൽ ഇത് ചെയ്യില്ല. അവന്റെ സീനിയേഴ്സും എല്ലാവരും കൂടെ റാഗ് ചെയ്ത് കൊന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പെൺകുട്ടികളുടെ വിഷയം പറയുമ്പോൾ നിങ്ങൾ മാനസികമായി തളർന്ന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കരുതേ. അത് വ്യാജമാണ്. അത്തരത്തിലൊരു പെൺകുട്ടിയുമായിട്ട് സിദ്ധാർത്ഥന് ഒരു പ്രശ്നവുമില്ല. പരാതി ലഭിച്ച തൊട്ടടുത്ത ദിവസം തന്നെ കോളേജ് അധികൃതർ ശുഷ്കാന്തിയോടെ നടപടികൾ ആരംഭിച്ചു. 19-ാം തീയതി പരാതി സ്വീകരിക്കുകയും 20-ാം തീയതി പരാതി ക്യാമ്പസിലെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തു. പരാതി പരിശോധിക്കാൻ അന്ന് തന്നെ യോഗവും ചേർന്നു. സിദ്ധാർത്ഥിന് അതിക്രൂരമായി മർദ്ദനമേറ്റിട്ടും അപമാനിക്കപ്പെട്ടിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിച്ച കോളേജ് അധികൃതരാണ് മരിച്ചയാൾക്കെതിരായ പരാതിയിൽ അടിയന്തര യോഗം ചേർന്നതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ആള് മരിച്ചതുകൊണ്ട് സിദ്ധാർത്ഥിന് നോട്ടീസ് നൽകാൻ കഴിഞ്ഞില്ലെന്നും കോളേജിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. വിഷയങ്ങളൊന്നും താൻ അറിഞ്ഞിരുന്നില്ലെന്ന് പറയുന്ന ഡീനും കോളേജിലെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ ഈ നടപടികൾ അറിഞ്ഞില്ലേ എന്ന ചോദ്യവും ബാക്കിയാകുന്നു. ജനം, വയനാട്.